ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സർവേ എന്ന സബ്ജക്റ്റാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ വരാൻ പോകുന്ന ഫസ്റ്റ് ഡിഗ്രിയുടെ ഓവർസിയർ എക്സാമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് സർവേ എന്ന സബ്ജക്റ്റിനാണ്. സിലബസ് പ്രകാരം 20 മാർക്കിനാണ് സർവേ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇന്ന് മുതൽ നമുക്ക് സർവേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർവേയിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. ഓക്കെ, സർവേയിൽ ആദ്യം ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. ഇൻട്രൊഡക്ഷൻ: സർവേ ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ് ഓൺ എബോവ് ഓർ ബിലോ ദ എർത്ത് സർഫേസ്. അതായത് എർത്ത് സർഫേസിന് എബോവ് ആയിട്ടുള്ളയോ അല്ലെങ്കിൽ ബിലോ ആയിട്ടുള്ളയോ പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ആർട്ടിനെയാണ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഈ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് മറ്റൊന്നിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എ എന്നൊരു പോയിന്റും ഇവിടെ ഇപ്പോൾ ബി എന്നൊരു പോയിന്റും ഉണ്ടെന്ന് എഴുതുക. ഇതിൽ ബി എന്ന പോയിന്റിൻ്റെ പൊസിഷൻ വിത്ത് എ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ നമുക്കിതിൽ എന്തോന്നൊക്കെ പറയണം? ഓക്കെ, എ മുതൽ ബി വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ലെങ്ത്, അതായത് എത്ര ഡിസ്റ്റൻസ് അതെന്ന് നോക്കണം. പിന്നെ എ മുതൽ ബിയിലോട്ടുള്ള ഡയറക്ഷൻ നമുക്ക് നോക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നോർത്തിലോട്ടാണോ സൗത്തിലോട്ടാണോ അങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ നോക്കണം. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ പോയിന്റ് വിത്ത് റെസ്പെക്റ്റ് ടു എ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് ഒരു 5 മീറ്റർ ആണെങ്കിൽ എയിൽ നിന്ന് 5 മീറ്റർ മാറി നോർത്തേൺ ഡയറക്ഷനിലോട്ടാണ് ബി എന്ന പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സർവേയിങ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ എബവ് ഓർ ബിലോ ദ എർത്ത് സർഫേസ്. ഓക്കെ, ഇതിൽ നമുക്ക് ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെൻറ്റ് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആംഗുലാറും ലീനിയർ മെഷർമെൻറ്റും ഇൻക്ലൂഡ് ആണ്. ദെൻ അടുത്ത പോയിൻ്റാണ് പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് സർവേ. സർവേയുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. ഓക്കെ, പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്, പ്ലാനോ മാപ്പോ പ്രിപ്പയർ ചെയ്യുകയാണ് സർവേയുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്ലാനും മാപ്പൊക്കെ അറിയാം. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു, അതായത് ഇപ്പോൾ ഒരു നമ്മുടെ വീട് വയ്ക്കുകയാണ്, വീടിനെ നമ്മൾ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അതേസമയം ഇപ്പോൾ ഒരു മാപ്പാണെങ്കിൽ എന്താണ്, ഒരു വലിയ ഏരിയനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കുന്നതിനാണ് മാപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ നമ്മൾ മാപ്പ് എന്നേ പറയും, ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയത്തില്ല. ഓക്കെ, അതേപോലെ നമ്മൾ വീടിൻ്റെ മാപ്പ് എന്ന് പറയുന്നില്ല, വീടിൻ്റെ പ്ലാൻ എന്നേ പറയും. ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് എർത്ത് സർഫേസ്. ഓക്കെ, എർത്ത് സർഫേസിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം എർത്തിന് ഒരു കർവേച്ചറുണ്ട്, എർത്തിൻ്റെ സർഫേസിന് ഒരു കർവേച്ചറുണ്ട്. ദെൻ എർത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, ഇക്വിറ്റോറിയൽ ഡയമീറ്റർ ഉണ്ട്, പോളാർ ഡയമീറ്റർ ഉണ്ട്. അതിൻ്റെ ലെങ്ത് നമുക്ക് നോക്കണം. ഇക്വിറ്റോറിയൽ ഡയമീറ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12,756.75 കിലോമീറ്റർ. ഓക്കെ, 12,756.75 കിലോമീറ്റർ. ദെൻ പോളാർ ഡയമീറ്ററിൻ്റെ ലെങ്ത് വരുന്നത് 12,713.80 കിലോമീറ്റർ. ഓക്കെ, ഇവിടെ ഇക്വിറ്റോറിയൽ ഡയമീറ്റർ 12,756. ഈ 756 75 തന്നെയാണ് ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സ്ഥാനം. ഓക്കെ, അതങ്ങനെ അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇക്വിറ്റോറിയൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 12,756.75 കിലോമീറ്റർ. ദെൻ പോളാർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 12,713.80 കിലോമീറ്റർ. ഓക്കെ, നമുക്കിവിടെ ഈ പോളാർ ഡയമീറ്റർ 0.34% സ്മാളർ ദാൻ ഇക്വിറ്റോറിയൽ ഡയമീറ്റർ. ഓക്കെ, ഈ പോളാർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ഡയമീറ്ററിനേക്കാളും 0.34% കുറവായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഈ ലെങ്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലേതാണ് വലുത്, ഇക്വിറ്റോറിയൽ ഡയമീറ്റർ ആണ് വലുത്. ഇനി ഈ ഇക്വിറ്റോറിയൽ ഡയമീറ്ററും പോളാർ ഡയമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 42.95 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എർത്ത് സർഫേസിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എർത്തിൻ്റെ സർഫേസ് കർവേച്ചറിലാണ് ഇരിക്കുന്നത്. 2 ഡയമീറ്റർ ഉണ്ട്, ഇക്വിറ്റോറിയൽ ഡയമീറ്റർ, പോളാർ ഡയമീറ്റർ. അതിൻ്റെ ലെങ്ത് പറഞ്ഞു, അതിലേതാണ് വലുതെന്ന് പറഞ്ഞു. ദെൻ ആ 2 ഇക്വിറ്റോറിയൽ ഡയമീറ്ററും പോളാർ ഡയമീറ്ററിനും ലെങ്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 42.95 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ എർത്ത് സർഫേസിൻ്റെ
സോറി എർത്തിന് ഷേപ്പ് കൂടെ നോക്കാണ്ട്. ഓക്കെ, എർത്തിന് ഷേപ്പ് കൂടെ നോക്കാണ്ട. എർത്തിന് ഷേപ്പിനെ പറയുന്ന പേരാണ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്. ഓക്കെ, എർത്തിന് ഷേപ്പിനെ പറയുന്ന പേരാണ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ടടാ ജിയോയിഡ് എന്ന് പറയും. ഓക്കെ, ജിയോയിഡ് എന്ന് പറയും. ഓക്കെ, എർത്തിൻ്റെ ഷേപ്പിനെ പറയുന്ന പേരാണ് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയും. ഇനിയും പേരുണ്ടടാ എലിപ്സോയിഡ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എലിപ്സോയിഡ് എന്ന് പറയാം. ഓക്കെ, എലിപ്സോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഓവലോയിഡ് എന്ന് പറയാം. ഓക്കെ, ഓവലോയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 4 പേരുകൾ പറയാടാ. എർത്തിൻ്റെ ഷേപ്പിന് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ജിയോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എലിപ്സോയിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓവലോയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരുകളോട് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സർവേയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. അത് വരുന്നത് രണ്ട് പ്രിൻസിപ്പിൾ ഉണ്ടതാണ്. ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ആദ്യത്തേത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. രണ്ടാമത്തത് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് 2 റെഫറൻസ് മെഷർമെൻറ്റ്. ഓക്കെ, ഈ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കുലേഷൻ. നമുക്കറിയാം അല്ലേ, ട്രയാങ്കുലേഷനിൽ നമ്മളൊരു വലിയൊരു പ്ലോട്ടിൻ്റെ ഏരിയ കാണണമെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ നമ്മൾ കുറേ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തുള്ള ഇറർ മറ്റൊരു ഭാഗത്തിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇറർ അവിടെ അക്യുമുലേഷൻ ആക്കാം. ഓക്കെ, പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് ഇററിന് അവിടെ അക്യുമുലേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഇററിന് ലോക്കലൈസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിളിനെയും സെപ്പറേറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് കാരണം നമുക്കവിടെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഇററിനെ മറ്റൊരു ഭാഗത്തേക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ അടുത്തതാണ് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് 2 റെഫറൻസ് മെഷർമെൻറ്റ്. അതായത് ഇപ്പം എ ബി. ഓക്കെ, എ ബി എന്നത് ഫീൽഡിലെ 2 പോയിന്റ് ആണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ. ഓക്കെ, ഇതിൽ എ ബിയിൽ നമുക്ക് പൊസിഷൻസ് ഒക്കെ അറിയാം. ദെൻ സി എന്ന പോയിന്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കാം. അതുപോലെ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്ക് വെച്ചൊക്കെ നമുക്ക് സിയുടെ പൊസിഷൻ പറയാം. അല്ലെങ്കിൽ ഇവിടെ എ എന്ന ആംഗിളും കിട്ടിയാൽ ബി എന്ന ആംഗിൾ കിട്ടിയാലും നമുക്ക് സിയുടെ പൊസിഷൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ 2 റെഫറൻസ് മെഷർമെൻറ്റ് എടുക്കുന്നു. അതായത് ഫസ്റ്റത്തെ കാര്യത്തിൽ എ മുതൽ സി വരെയുള്ള ലെങ്തും ബി മുതൽ സി വരെയുള്ള ലെങ്തും കിട്ടിയാൽ നമുക്ക് സി എന്ന പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യും. അവിടെ നമ്മൾ 2 മെഷർമെൻറ്റ് എടുത്തു. രണ്ടാമത്തെ മെത്തേഡായാലും എ എന്ന ആംഗിളും വേണം, ബി എന്ന ആംഗിളും വേണം. അവിടെ നമുക്ക് 2 റെഫറൻസ് മെഷർമെൻറ്റ് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ 2 റെഫറൻസ് മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് സി എന്ന പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു പോയിന്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 2 റെഫറൻസ് മെഷർമെൻറ്റ് എടുക്കണം. ഓക്കെ, ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ ടേക്കിംഗ് അറ്റ്ലീസ്റ്റ് 2 റെഫറൻസ് മെഷർമെൻറ്റ് നമുക്കവിടെ ഉണ്ടായിരിക്കണം. അതാണ് ആ സർവേയുടെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, ഇതിന് അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. ഓക്കെ, പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ പ്രധാനമായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ്: പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡറ്റിക് സർവേ. ഓക്കെ, എന്താണ് പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡറ്റിക് സർവേ? ഈ പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് സർഫേസിനെ ഫ്ലാറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എർത്ത് സർഫേസിനെ ഫ്ലാറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കർവേച്ചർ നമ്മളവിടെ നെഗ്ലക്റ്റ് ആയിട്ട് എടുക്കും. ഈ ഫ്ലാറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഏരിയ വേണം അല്ലേ? അപ്പം പ്ലെയിൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് അപ് ടു 260 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ് ടു 260 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളപ്പോഴാണ് പ്ലെയിൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് 100 സ്ക്വയർ മൈൽസ് എന്ന് പറയും. ഓക്കെ, 260 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസ്. ഓക്കെ, അപ്പം അപ് ടു 260 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്ലെയിൻ സർവേ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി നിമിയുടെ പുസ്തകത്തിൽ നിമിയിൽ നമുക്ക് 260 പകരം 200 കിലോമീറ്റർ സ്ക്വയർ എന്നാണ് ഉള്ളത്. ഓക്കെ, 200 കിലോമീറ്റർ സ്ക്വയർ എന്ന വാല്യൂസാണ് കിടക്കുന്നത്. ഈ ഓപ്ഷനിൽ ഇപ്പോൾ 200ഉം 260 വന്നാൽ 260 ആൻസർ.
ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം പ്ലെയിൻ സർവേയിൽ എർത്തിൻ്റെ സർഫേസിനെ ഫ്ലാറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏരിയ എന്ന് പറയുന്നത് അപ് ടു 260 km² അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസ് ആണ്. നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയത് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞ വർക്കിനൊക്കെയാണ് നമ്മൾ ഈ പ്ലെയിൻ സർവേ അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ പ്ലെയിൻ സർവേയിൽ എർത്തിൻ്റെ 2 പോയിൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. 3 പോയിൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അവിടെ പ്ലെയിൻ സർവേയിൽ എർത്തിൻ്റെ 3 പോയിൻറ്റിനെ കണക്ട് ചെയ്താൽ നമുക്കൊരു പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് പ്ലെയിൻ സർവേയിലുള്ളത്. ദെൻ അടുത്തതാണ് ജിയോഡറ്റിക് സർവേ. ഓക്കെ, ജിയോഡറ്റിക് സർവേയിൽ മറ്റേതുപോലെ തന്നെ മറ്റേതിൻ്റെ ഓപ്പോസിറ്റാണ്. എർത്തിൻ്റെ സർഫേസിൽ നമ്മൾ കർവേച്ചറായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. മറ്റേത് നമ്മൾ ഫാറ്റായിട്ടാണോ കൺസിഡർ ചെയ്തത്, ഇതിൽ കർബ്ഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പിന്നെ ഏരിയ വരുന്നത്, ഓക്കെ, ഏരിയ വരുന്നത് എക്സീഡ് 260 km², അതായത് 260 km²നേക്കാളും കൂടുതലായിരിക്കണം ഏരിയ, അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയ വർക്കിനൊക്കെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലോ അങ്ങനത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ മോർ ഇമ്പോർട്ടൻ്റ് വർക്ക് ലൈക്ക് പ്രിപ്പറേഷൻ ഓഫ് മാപ്പ്, എസ്റ്റാബ്ലിഷിങ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. ഓക്കെ, അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് വർക്കിനൊക്കെയാണ് നമ്മൾ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ജിയോഡറ്റിക് സർവേയിൽ എർത്തിൻ്റെ സർഫേസ് കർബ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എർത്ത് സർഫേസിൽ 2 പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കർബ്ഡ് ലൈൻ ആയിരിക്കും കിട്ടുക. അതേപോലെ 3 പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഫെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ജിയോഡറ്റിക് സർവേ പ്രകാരം നമ്മൾ നമ്മുടെ എർത്തിലെ 3 പോയിൻറ്റിനെ കണക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, 3 പോയിൻറ്റിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഫെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കാം. നമുക്കിപ്പോൾ ഇതൊരു കർവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു എർത്തിലൊരു കർവാണെന്ന് സങ്കല്പിക്കുക. ദെൻ ഈ കർവിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കർവിനാണോ ഈ സ്ട്രെയിറ്റ് ലൈനാണോ നീളം കൂടുതലായിരിക്കുക? തീർച്ചയായും ഈ കർവിനായിരിക്കും നീളം കൂടുതൽ. ഓക്കെ, അതായത് ഈ ഒരു കർവിൻ്റെ നീളം, ഓക്കെ, ഈ ഒരു കർവിൻ്റെ നീളം 18.2 കിലോമീറ്റർ ആയാൽ, ഈ ഒരു കർവിൻ്റെ നീളം 18.2 കിലോമീറ്റർ ആയാൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്തും ഈ ഒരു കർവിൻ്റെ ലെങ്തായ 18.2 കിലോമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കർവിൻ്റെ ലെങ്ത് 18.2 കിലോമീറ്റർ ആയാൽ ആ കർവിൻ്റെ ലെങ്തും ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്ട? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എവരി 18.2 കിലോമീറ്റർ ലെങ്ത് ഓഫ് എ കർവ്, ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ബിറ്റ്വീൻ ദാറ്റ് കർവ് ആൻഡ് കറസ്പോണ്ടിങ് സ്ട്രെയിറ്റ് ലൈൻ വിൽ ബി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 54.6 കിലോമീറ്റർ എന്ന് വെച്ചോ. കർവ് ഈ 54.6 കിലോമീറ്റർ ലെങ്തുള്ള ഒരു കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവയുടെ ലെങ്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓക്കെ, അപ്പം ഈ 54.6 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 54.6 നമ്മൾ 18.2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ എത്ര കിട്ടുവാണ് നമുക്ക്? ഇവിടെ നമുക്ക് ആൻസർ 3 കിട്ടും. ഓക്കെ, ആ 3ന് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആൻസറായി. ഓക്കെ, 30 സെൻറ്റിമീറ്റർ ആയിരിക്കും അവിടുത്തെ ആൻസർ. ഓക്കെ, അങ്ങനെ പ്രോബ്ലംസ് വരും കേട്ടോ. സിമ്പിൾ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം. ദെൻ ഇതൊരു പ്ലെയിൻ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇതൊരു പ്ലെയിൻ ട്രയാങ്കിൾ ആണ്. ഇതൊരു സ്ഫെറിക്കൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെ ഇൻക്ലൂഡഡ്, അതായത് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയാണ്? നമുക്കറിയാം 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 180 ആണ്. ഇനി ഈ സ്ഫെറിക്കൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? ഈ 180യേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, സോ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മും സ്ഫെറിക്കൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മും സ്ഫെറിക്കൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്ഫെറിക്കൽ എക്സസ് എന്ന് പറയുന്നതും. അതായത് ഇപ്പം ഈ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെയും സ്ഫെറിക്കൽ ട്രയാങ്കിളിൻ്റെയും ഏരിയ
195.5 km² ആയാൽ, ഓക്കെ, ഈ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെയും സ്പെറിക്കൽ ട്രയാങ്കിളിൻ്റെയും ഏരിയ 195.5 km² ആയാൽ അവയുടെ ഇൻറ്റീരിയർ ആംഗിളുകളുടെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 1 സെക്കൻഡ് ആയിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നതാ, പ്ലെയിൻ ട്രയാങ്കിളിന് 195.5 km² ഏരിയ ഉള്ള ഒരു പ്ലെയിൻ ട്രയാങ്കിളും ഒരു സ്പെറിക്കൽ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഇൻറ്റീരിയർ ആംഗിളുകളുടെ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ സ്പെറിക്കൽ ട്രയാങ്കിൾ ആൻഡ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ പ്ലെയിൻ ട്രയാങ്കിൾ ഈസ് 1 സെക്കൻഡ് ഫോർ എവരി 195.5 km². ഓക്കെ, ഈ ദ ഡിഫറൻസ് ഈസ് നോൺ ആസ് സ്ഫെറിക്കൽ എക്സസ്. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് സർവേയുടെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സർവേയുടെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. നമ്മൾ സർവേനെ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്, ബേസ്ഡ് ഓൺ മെത്തഡോളജീസ്, ദെൻ ഇൻസ്ട്രുമെൻ്റ്, ഈ ഒരു തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ഓക്കെ, ലൊക്കേഷൻ്റെ ബേസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ഓർ മറൈൻ സർവേ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ആസ്ട്രോണോമിക്കൽ സർവേ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ലാൻഡ് സർവേ. ഓക്കെ, ബേസ്ഡ് ഓൺ, ഇത് ഓർമ്മിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എർത്തിനെ ഓർമ്മിക്കുക. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എർത്തിനെ ഓർമ്മിക്കുക. എർത്തിൻ്റെ, അതായത് എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. ഓക്കെ, ഭൂമിയുടെ മുകളിൽ ആകാശവും താഴെ വെള്ളവും എന്ന് ഓർക്കുക. ഓക്കെ, ഭൂമിയുടെ മുകളിൽ ആകാശവും താഴെ വെള്ളവും എന്ന് ഓർക്കുക. സോ ആകാശം എന്ന് പറയുമ്പോൾ ആസ്ട്രോണമിക്കൽ സർവേ, വെള്ളം എന്ന് പറയുമ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ, അങ്ങനെ ഓർത്ത് വെച്ചുക. ഓക്കെ, അപ്പോൾ നമുക്കിത് പഠിക്കാം. ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ബോഡീസിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേയാണ്. ഓക്കെ, പർപ്പസ് ഓഫ് നാവിഗേഷൻ അല്ലെങ്കിൽ ഒരു മീൻ സീ ലെവൽ ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണടാ ഒരു വാട്ടർ ബോഡിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ, ബൗണ്ടറീസ്, വാട്ടർ ബോഡീസിൻ്റെ തന്നെ ബൗണ്ടറീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ആസ്ട്രോണമിക്കൽ സർവേ. ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറഞ്ഞാലും സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിൻ്റെ നമ്മൾ അതിനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുന്നത് സണ്ണിൻ്റെയോ സ്റ്റാറിനെയൊക്കെ നമ്മൾ അതേപോലെയുള്ള സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിനെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്ന സർവേയാണ് ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലാൻഡ് സർവേ. ഓക്കെ, എന്താണ് ലാൻഡ് സർവേ? ലാൻഡ് സർവേ എന്ന് പറയുന്നത് നമ്മൾ എർത്തിൽ വെച്ച് ചെയ്യുന്ന സർവേയാണ് ലാൻഡ് സർവേ. അത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പോഗ്രഫിക്കൽ സർവേ, സിറ്റി സർവേ, കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ. ഇവിടെ ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ചെയ്യുന്ന സർവേയാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. അതായത് ഇപ്പോൾ ആ ഒരു ഏരിയയിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ സർവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിവർ, ഹില്ല്, അതേപോലുള്ള കാര്യങ്ങൾ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ്, റോഡ്, അതുപോലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഒരു ഏരിയയിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ സർവേ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് സിറ്റി സർവേ. സിറ്റി സർവേ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള സർവേയാണ്. അതായത് ഒരു സിറ്റിയിലുള്ള റോഡ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവിടെ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റമോ ഇതിനെയൊക്കെ പറ്റിയുള്ള സർവേയാണ് സിറ്റി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കഡസ്ട്രൽ സർവേ. കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലാൻഡിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബൗണ്ടറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഓണർ മറ്റൊരു ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തിനൊക്കെയാണ് ലാൻഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത ലാൻഡ് ഏരിയ, എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ്, റീസർവേ ഓഫ് ദ പ്ലോട്ട് ഡ്യൂറിങ് ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി ഫ്രം വൺ ഓണർ ടു അതർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ റീസർവേ ചെയ്യാനും നമ്മൾ കഡസ്ട്രൽ സർവേ അല്ലെങ്കിൽ റവന്യൂ സർവേ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ സർവേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിലിറ്ററി സർവേ, മൈൻ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ, എഞ്ചിനീയറിംഗ് സർവേ. ഇതിൽ
മിലിറ്ററി സർവേ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യുക. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോർഡർ, ഓക്കെ, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ്. അതുപോലുള്ള പോയിന്റ്സിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിലിറ്ററി സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ മൈൻ സർവേ. മൈൻ സർവേ എന്ന് പറഞ്ഞാൽ മിനറൽ വെൽത്ത്, ഓക്കെ, മൈൻ എന്ന് പറഞ്ഞാൽ മിനറൽ എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, മൈൻ സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗോൾഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അയണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലോ അതിലേക്ക് നമ്മൾ മൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും, ആ മൈൻ കൺസെപ്റ്റിന് റിലേറ്റായി വരുന്ന എല്ലാ കാര്യങ്ങൾ അതൊക്കെയാണ് മൈൻ സർവേയിൽ വരുന്നത്. ഓക്കെ, മൈൻ സർവേ. ദെൻ അടുത്തതാണ് ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്വിറ്റി എന്ന് ഓർമ്മിച്ചാൽ. ഓക്കെ, ആർക്കിയോളജിക്കൽ സർവേ ആൻറ്റിക്വിറ്റി എന്ന് ഓർമ്മിച്ചാൽ, അതായത് റിലീക്സ് ഓഫ് ആൻറ്റിക്വിറ്റി, പുരാവസ്തുക്കൾ നമ്മൾ എടുക്കത്തില്ലേ, അതിനെയൊക്കെ പറ്റിയുള്ള പുരാവസ്തു ഗവേഷണം എന്നൊക്കെ പറയില്ലേ, അതിനെയൊക്കെ പറ്റിയുള്ള സർവേ ആണിടാം ആർക്കിയോളജിക്കൽ സർവേയിൽ വരുന്നത്. ഓക്കെ, ഫോർ അൺഎർത്തിങ് റിലീക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. ഓക്കെ, അതാണ് ആർക്കിയോളജിക്കൽ സർവേ. ദെൻ ജിയോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൽ തന്നെ ഇപ്പോൾ ഒരു റോക്ക്, ആ റോക്ക് എത്രമാത്രം ഏരിയയിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോയിലിൻ്റെയും ഒരു സ്ഥലത്തെ റോക്കിൻ്റെയും സോയിലിൻ്റെയും ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ്, അതൊക്കെ കണ്ടെത്താനാണ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ് വയ്ക്കണം, ഓക്കെ, ഒരു ബിൽഡിങ് വയ്ക്കണമെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ആ ബിൽഡിങ് വയ്ക്കേണ്ട സ്പേസിലുള്ള സോയിൽ എങ്ങനെയാണ്, അവിടെ റോക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിനെയൊക്കെ കണ്ടെത്താൻ, അല്ലെങ്കിൽ റോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിനെയൊക്കെ കണ്ടെത്താനാണ് നമ്മൾ ജിയോളജിക്കൽ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ടു ഡിറ്റർമൈൻ ഡിഫറൻറ്റ് സ്ട്രാറ്റ ഇൻ എർത്ത്. ഓക്കെ, ഡിഫറൻറ്റ് സ്ട്രാറ്റ ഇൻ എർത്ത്, അതിനാണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എഞ്ചിനീയറിംഗ് സർവേ. ഓക്കെ, എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സർവേയാണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. ഈ എഞ്ചിനീയറിംഗ് സർവേ നമുക്ക് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തേതാണ് റെക്കഗ്നൈസേഷൻ സർവേ, രണ്ടാമത്തത് പ്രിലിമിനറി സർവേ, മൂന്നാമത്തത് ലൊക്കേഷൻ സർവേ. ഓക്കെ, ഈ റെക്കഗ്നൈസേഷൻ സർവേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വിസിറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വസ്തു വാങ്ങിച്ചിട്ട്, ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിൽ വീട് വയ്ക്കാൻ പോകുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്ലോട്ട് അതിന് മുമ്പേ കണ്ടിട്ടില്ല. സോ ആദ്യമായിട്ട് പ്ലോട്ടിനെ പറ്റി അറിയാൻ വേണ്ടി പോകുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മൾ പ്ലോട്ടിനെ പറ്റി അറിയാൻ പോകുന്നത് ഫസ്റ്റ് വിസിറ്റാണ്. ഓക്കെ, ഫസ്റ്റ് വിസിറ്റാണ്. സോ നമ്മൾ വേറെ വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുപോകുന്നത്, ഒരു എഞ്ചിനീയറാണ് കേട്ടോ, ഒരു വേറെ എക്യുപ്മെൻ്റ് ഒന്നും കൊണ്ടുപോകുന്നത്, ചെറിയ എക്യുപ്മെൻറ്റ്, ടാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ദെൻ നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് ഐ ജഡ്ജ്മെൻറ്റിലോ അല്ലെങ്കിൽ പേസിങ് വഴിയോ നമ്മൾ ഏകദേശം ഡിസ്റ്റൻസൊക്കെ, നമ്മൾ പ്ലോട്ടിൻ്റെ ഡിസ്റ്റൻസൊക്കെ മനസ്സിലാക്കുന്നു. ദെൻ ആ ഒരു മനസ്സിലാക്കിയ ഡിസ്റ്റൻസൊക്കെ വെച്ചിട്ട് നമ്മളൊരു റഫ് സ്കെച്ച് വരയ്ക്കുന്നു. ഇത്രയാണ് നമ്മൾ ആദ്യം പോകുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് റെക്കഗ്നൈസേഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെക്കഗ്നൈസേഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൈറ്റാണ് റെക്കഗ്നൈസേഷൻ സർവേ. നമ്മൾ വേറെ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഐ ജഡ്ജ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ പേസിങ് വഴിയോ നമ്മൾ ആ പ്ലോട്ടിൻ്റെ ഏകദേശം ഡിസ്റ്റൻസൊക്കെ മനസ്സിലാക്കുന്നു. ദെൻ ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു റഫ് സ്കെച്ച് വരയ്ക്കുന്നു. ആ റഫ് സ്കെച്ചിനെയാണ് കീ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, റഫ് സ്കെച്ച് വരയ്ക്കുന്നു. ആ റഫ് സ്കെച്ചിനെയാണ് നമ്മൾ കീ പ്ലാൻ എന്ന് പറയുന്നത്. കീ പ്ലാൻ നമ്മൾ സ്കെയിലാണോ വരച്ചത്? അല്ല, കീ പ്ലാൻ നോട്ട് ടു സ്കെയിലാണ്. ഓക്കെ, നോട്ട് ടു എനി സ്കെയിലാണ് കീ പ്ലാൻ. ഈ കീ പ്ലാനിന് മറ്റൊരു പേരോടുണ്ടടാ, ഇൻഡെക്സ് സ്കെച്ച് എന്ന് പറയും. ഓക്കെ, ഇൻഡെക്സ് സ്കെച്ച്. ഈ കീ പ്ലാനിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡെക്സ് സ്കെച്ച് എന്ന് പറയും. ഓക്കെ, ദെൻ അങ്ങനെ നമ്മൾ പ്ലോട്ടിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി അവിടെ നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ എന്ത് വേണം? പെർമിഷൻ വേണം. പെർമിഷൻ വേണമെങ്കിൽ എന്ത് വേണം? ഡീറ്റെയിൽഡ് പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽഡ് പ്ലാൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്ലോട്ടിൽ നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി അറിയണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്ലാൻ വരയ്ക്കാൻ പറ്റൂ. സോ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സർവേ കണ്ടക്റ്റഡ് ടു കളക്ട് ദ ഡീറ്റെയിൽസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓൺ ദ സൈറ്റ്. ആ സൈറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കളക്ട് ചെയ്യുന്ന സർവേയാണ് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് അങ്ങനെ നമ്മൾ പെർമിഷനൊക്കെ കിട്ടി, വീട് വയ്ക്കാനുള്ള പ്ലാനും എല്ലാം റെഡിയായി, പെർമിഷനും എല്ലാം കിട്ടി. ദെൻ അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സെറ്റിംഗ് ഔട്ട് ചെയ്യും. അതായത് നമ്മൾ ഡ്രോയിങ്സിലുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് മാർക്ക് ചെയ്ത് നൂലൊക്കെ കെട്ടി നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുമല്ലോ, നമ്മൾ എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടി നൂലൊക്കെ കെട്ടി മാർക്ക് ചെയ്ത് വയ്ക്കും. അതിനെയാണ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. അതാണ് ലൊക്കേഷൻ സർവേയിൽ വരുന്നത്. ഓക്കെ, ആദ്യത്തേത് എന്തായിരുന്നു? റെക്കഗ്നൈസേഷൻ സർവേ, ദെൻ പ്രിലിമിനറി സർവേ, ദെൻ ലൊക്കേഷൻ സർവേ. ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് സർവേ ഫോർ സെറ്റിംഗ് ഔട്ട്. സെറ്റിംഗ് ഔട്ടിന് വേണ്ടിയുള്ള സർവേയാണ് ലൊക്കേഷൻ സർവേ. സെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ
വേറെ ഒന്നുമില്ല, നമ്മൾ ഡ്രോയിങ്സിലുള്ള മെഷർമെൻറ്റ്സിന് നമ്മൾ ഗ്രൗണ്ടിലോട്ട് നൂലൊക്കെ കെട്ടി, നിങ്ങൾ കണ്ടിട്ടാവും അല്ലേ, വീടിൽ പോയി കുറ്റി അടിക്കുക, നൂല് കെട്ടുക എന്നൊക്കെ പറയില്ലേ, കുറ്റി അടിച്ച് നൂലൊക്കെ കെട്ടി വെക്കുന്നതിനാണ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എഞ്ചിനീയറിംഗ് സർവേയിലുള്ള 3 സ്റ്റെപ്പ്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ബേസ്ഡ് ഓൺ മെത്തഡോളജിയിൽ വരുന്നതാണ് ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും. ഓക്കെ, ബേസ്ഡ് ഓൺ മെത്തഡോളജിയിൽ വരുന്നതാണ് ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും. ഈ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഹോൾ ഏരിയനോ കുറേ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അതിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് ഒരു ഭാഗത്തുള്ള എറർ മറ്റൊരു ഭാഗത്ത് അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അത്രയാണ് ട്രയാങ്കുലേഷൻ വരുന്നത്. ദെൻ ട്രാവേഴ്സിങ് വരുമ്പോൾ, ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റ്, ഒരു സർവേ ലൈനിൻ്റെ ഒരു ഡയറക്ഷൻ ലെങ്തും കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. അതിന് കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും ഗ്രൗണ്ടിൽ. നമ്മൾ കുറേ പോയിൻറ്റ്സ്, സർവേ സ്റ്റേഷൻസ് നമ്മൾ എടുത്തിട്ട് ഓരോ സ്റ്റേഷനിലും ഇൻസ്ട്രുമെൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ട്രാവേഴ്സിങ് ചെയ്യുന്നത്. ഓക്കെ, ട്രാവേഴ്സിങ് ഈസ് എ നെറ്റ്വർക്ക് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സ്റ്റേഷൻ ആൻഡ് സർവേ ലൈൻസ് കണക്റ്റിംഗ് ദം. ട്രാവേഴ്സിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ സർവേ ലൈൻ ബൈ ഷിഫ്റ്റിംഗ് ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് ബിറ്റ്വീൻ ഈച്ച് സ്റ്റേഷൻ. ഓക്കെ, ഓരോ സ്റ്റേഷനിലും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലെങ്തും ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിൽ നോക്കിയുണ്ട് ചെയിൻ സർവേ ഉണ്ട്, കോമ്പസ് സർവേ ഉണ്ട്, തിയോഡലൈറ്റിക് സർവേ ഉണ്ട്, പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ട്, ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സർവേയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് ആൻഡ് കൺവേർഷൻ ഉണ്ട്. ദെൻ അങ്ങനെ കുറച്ച് സ്കെയിൽ എന്ന ടോപ്പിക് ഉണ്ട്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിൻ്റെ ഡേറ്റൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.